ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ വന്നിട്ടില്ലേ? പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിന് വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറയണ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ച ഒന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്താ നോക്കിയാലേ സേതു, ചട്ടികൾ പറഞ്ഞു. ചട്ടികൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ, ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ലടാ. മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര, അടിച്ചൊതുക്കട ഇവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? അയ്യോ, നീ എന്തിനടാ മുങ്ങണേ? പോയി അവന്മാരെ അടിക്കടാ. എടുക്കടാ. എങ്ങോട്ടല്ല കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ. ഞാൻ ചത്തിട്ടില്ല. കുഴിച്ചിടാനാ? മിണ്ടരുത്, മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിട്ടെടുക്കും കൊണ്ടാരമേ. പിടിച്ച് കെട്ടവനെ. ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ടൊരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിൽ എറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞ ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം, അല്ലടാ പരമനാറി. ആർച്ചയെ തൊട്ട് കളിച്ച ഒരുത്തരം വെറുതെ വിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളുടെ കഴിഞ്ഞു ചേട്ടന്മാരെ. ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. സേതുരാമ, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് നീയല്ലടാ. സേതു, തമാശ കളിക്കരുത്, പടക്കക്കളിയാണ്. കളി മുഴുവൻ കളിച്ച നീയല്ലടാ കാട്ടുകള്ള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മറ്റവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിതം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പറാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മാധവ, ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ചു കളയടാ ഈ മുള്ളമ്പന്നിയെ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ചു കളയടാ മുള്ളമ്പന്നിയെന്ന്. അത് ഞാൻ. നീ എന്താ പറഞ്ഞ? ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. സേതുരാമൻ, ഞാൻ മിണ്ടരുത് നീ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവരെ. നീയാണല്ലേ ഞങ്ങളുടെ പെങ്ങളെ അവമാനിക്കാൻ വന്നവൻ.
ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയന്മാരെ കുറിച്ച് അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിയിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. വ്യാജ വക്കീലല്ലേടോ താൻ? ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ. ഈശ്വരൻ വക്കീൽ, മന്നാടിയന്മാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയന്മാരെ. You shut up. ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. എന്ത് കണ്ടിട്ട് അയാൾ ഓരിടുന്നത്? ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത്? ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നത്. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്, അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ. എന്റെ കേസ് കെട്ടും എന്റെ മാനവും കൊണ്ടാവും പോയത്. വിടില്ല ഞാൻ അവനെ. വിടരുത്. നമ്മളെ അവൻ ചതിക്കായിരുന്നു അമ്മാവാ. എന്നെയും തന്നെയും അല്ല സാറിനെയും ചതിച്ച. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലടാ. 500-ന് 2 പിഴയ്ക്കുന്ന നോട്ടാ നിന്റെ കയ്യിൽ തന്നത്. അതങ്ങനെ മറക്കാൻ പറ്റില്ല. നീയേ ആ വക്കീലിന് ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം. മനസ്സിലായോ? ഇതെന്ത് നേർച്ച? വക്കീലിനെ തീക്കനലിലൂടെ നടത്തിയേക്കാമെന്നോ? അതെ, കഴിവും ധൈര്യമുള്ള ഒരു വക്കീലിനെ കുടുംബ വക്കീലായി കിട്ടിയാൽ ആ വക്കീലിനെ കൊണ്ട് തീക്കാവടി ആടിക്കാമെന്ന് ഞാനാ നേർന്നത്. എന്തിനെ? വെറുതെ ഒന്നുമല്ല വീരേട്ട, ഒരു വക്കീലിനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒത്തു കിട്ടിയത്. അല്ല, ഒരു സംശയമുണ്ട്. വക്കീല് കനലാട്ടം നടത്തുമോ? അയാളെ നടത്തിയില്ലെങ്കിൽ മന്നാടി ഭഗവതി എന്നോടാ കോപിക്കുക. എന്റെ തല പൊട്ടി പൊയ്ക്കോട്ടെ. ആർക്കാ ഇവിടെ ചെയ്തം? അർച്ചേ മോളെ, കരയല്ലേ. അവനെ കൊണ്ട് കനലാട്ടമല്ല പാതാളക്കാവടി ആടിക്കുന്ന കാര്യം ഈ വീരേട്ടനേറ്റു. അത് മതി. ഹര ഹരോ ഹര ഹര. എടാ വക്കീലേ, നിന്നെ ഞാനിവിടെ കുടുംബ വക്കീലായി വാഴിക്കാം. ചടങ്ങ് കഴിയട്ടെ. മന്നാടിപുരത്തെ മന്നാടിയാന്മാരുടെ കേസുകെട്ടുപുരയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരൂ വക്കീലെ. ഇടതുകാൽ വെച്ചാലും കേസുകെട്ടുപുരയിലേക്ക് കയറാം. തനിക്ക് എന്താടോ ഒരു ഞെരക്കം? നേര് നിരങ്ങിയേ വരൂ, കള്ളം പറന്നു വരും. കേസുകെട്ട് കാണിച്ചു കൊടുക്കടോ. ഇത് ഞങ്ങളുടെ കത്തിക്കുത്ത് കേസുകളാ. എത്ര എണ്ണം ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തിക്കുത്തടക്കം 19. ഒരുത്തനെയും കൂടെ പോയി കുത്തിയിട്ട് വന്നിരുന്നെങ്കിൽ പറയാനൊരു നല്ല സംഖ്യ ആയിരുന്നു. 20. ഇത് മുഴുവൻ പഞ്ചാരയാ. അയ്യോ, എന്നാ ഉറുമ്പരിക്കാൻ നോക്കണം. അതല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാരടിച്ചവന്മാരെ തല്ലിയതിന്റെ കേസാ. അവളെ തൊട്ടാൽ തൊട്ടവരെ തട്ടും. താനോ? ഞാനല്ല, അവിടുന്ന്. ഇതൊക്കെ എന്താണെന്നറിയാമോ? മോചന കേസുകൾ. അപ്പൊ മോഷണമുണ്ടോ? മോഷണമല്ല, മോചന കേസ്, വിവാഹ മോചന കേസുകൾ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു. മതി. ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത്. അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല, നാട്ടിലുമില്ല. മനസ്സിലായോടോ വക്കീലെ? ആ സൂക്ഷിച്ചു കണ്ടു ഇരുന്നോ. എന്നോടോ? അവിടെ പറഞ്ഞു. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. പോക്കത്തിൽ മാത്രം കാണിക്കരുത്. വക്കീലിന് ഒരുങ്ങിയില്ലേ? വാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നോ? കനലാട്ടത്തിന്. കനലാട്ടോ? ആ, ഞങ്ങളുടെ ആർച്ചയുടെ നേർച്ചയാണ്. മന്നാടിയാന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയാൽ അയാളെ എരിയുന്ന കനലിലൂടെ കാവടി എടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയേക്കാമെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി വെച്ചല്ല, അമ്പലത്തിൽ വെച്ച്. തീ എന്ന് കേട്ടപ്പോഴേ വാ പൊള്ളിയോ. പോയി തീക്കനൽ മെതിച്ചിട്ട് വാ. കനലാട്ടത്തിന് സമയമായി. മന്നാടിയാ, വേഗം വാ. വേഗം വേഗം. അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി. കനലിൽ നടന്ന് വെന്തുരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധി. ബാടിയട്. ഹര ഹരോ ഹര ഹരോ ഹര ഹര. ഇവരിതാ കരിഞ്ഞോ. എന്താ? ഹര ഹരോ ഹര ഹര. ഇത് കഴിഞ്ഞിട്ട് വിടാം. ആരും
എടീ ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ ചെങ്കോട്ട വീട്ടിൽ സേതുരാമനല്ലടി. ആണെന്നാര് പറഞ്ഞടാ? ഇപ്പൊ നിന്റെ ഉള്ളംകാല് വന്നു. ഇനി നിന്റെ ഉച്ചന്തല വരെ ഉപ്പിട്ട് വേവിക്കാനുള്ള നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈ ഈശ്വരൻ. എന്റെ ഈശ്വര, എനിക്ക് ശക്തി പകരൂ. എന്നെയാണോ? നീയാണോ? നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയാ മുട്ടയടിക്കൂടാ. ഓ, താൻ ഇവിടുത്തെ ക്ഷൗരക്കാരനും കൂടാ? അതേടാ, നിന്നെ ക്ഷൗരം ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ. നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകത്ത് ഹൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിന്ന് ഞാൻ പൊക്കൂടാ. അയ്യോ കരയണ്ട കരയണ്ട. അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ. തെണ്ടി ഡബിൾ തെണ്ടി. ഒരുപാട് വെന്തോ ഇപ്പൊ വെന്തോ? മോങ്ങാതെ കിടക്കണം. ഈശ്വരനോടാണ് അവന്റെ കളി. ഓടാ നരകപ്പിശാചേ. അതേടാ, നിനക്കിപ്പോ ഞാൻ നരകപ്പിശാചായല്ലേ? നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിമാളികയിലെ ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ? അപ്പാപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന മാധവ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ട കേട്ടാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. എന്റെ ഓർമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല മാധവ. ഇത് കണ്ട, നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത്. നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നീ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ടല്ലോ. നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല. നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്, എന്റേത് മാത്രമായ രഹസ്യം. പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം. എനിക്ക് ഈ മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കൊന്നും മനസ്സിലാവില്ല. നോണ, ഇത് നോണ. നുണയല്ല. ഇന്ന് രാത്രി എനിക്ക് അവളുടെ മുറിയിൽ കയറി ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കയറി ചെല്ലാൻ ഞാനും സഹായിക്കാം. നീ നിന്നാ ശരിയാവത്തില്ല, നീ പൊയ്ക്കോ. ആഹാ, ഞാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് പോയില്ലേ പോലീസുകാരന്റെ ജീവൻ എടുക്കും. നീ വാ. നീ കയ്യിൽ നിന്ന് വിട്. വിടുന്ന പ്രശ്നമില്ല. വിടാനാ പറഞ്ഞത്. നീ ഓടാ. മന്നാടിയാമ്മാരെ, ആ പോലീസിന്റെ ചാരൻ. ആര്? നീ കള്ളൻ, ഓടിവായോ. അതുവഴി 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 അങ്ങോട്ടല്ല, അതുവഴി പോവാൻ. അവിടെ പോയി നോക്കണോ? അവനെന്റെ കൈ കിട്ടാറില്ല.